ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോഡസി ട്രേഡ്. എന്തായാലും എല്ലാവർക്കും E20 പെട്രോൾ കൊണ്ട് നല്ല പണി കിട്ടിയിരിക്കുവാണ്. എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുവരെ വലിയ ഓവർഫ്ലോ ഒന്നും കാണിക്കാതെ എന്റെ ഇൻക്ലൂഡർ ഇപ്പം ഒരു 5 ദിവസം എടുത്തില്ലെങ്കിൽ ആറാമത്തെ ദിവസം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്രോൾ ഇങ്ങനെ ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മൈലേജും ഇല്ല, ഓവർഫ്ലോവും. എന്ത് പറയാനാണ്, നമ്മുടെ രാജ്യം ഇങ്ങനെ ആയി പോയെന്ന് തന്നെ പറയാം. ഒരു വ്യവസ്ഥയുമില്ലാതാണ് പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ വരുന്നത്. എന്തോ വെള്ളരിക്കപ്പെടണമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. കാരണം വേറൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒന്നും നടത്താതെ ഒരു സംഭവം നടക്കത്തില്ല. എന്തായാലും ഇനി അടുത്ത പണി വരാൻ പോകുന്നത് ഡീസൽ കാറുകളോടാണ്. ഞാൻ ഡീസൽ കാർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമാധാനപ്പെട്ടിരിക്കുവായിരുന്നു. എന്നാൽ ഡീസൽ കാറിനെയും അവർ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഡീസൽ കാർ എത്തനോളുമായിട്ട് മിക്സ് ചെയ്ത് കുറെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം എത്തനോൾ 10% കലർത്തിയ ഡീസൽ ഒരിക്കലും CTN നമ്പർ, അതായത് ഡീസലിന്റെ CTN നമ്പർ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, അത് വെച്ചാണ് ഡീസൽ കാർ എങ്ങനെ, അല്ലെങ്കിൽ ഡീസൽ എങ്ങനെ ബേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ബേൺ ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നത്. CTN നമ്പർ കുറഞ്ഞുള്ള എന്ത് അല്ലെങ്കിൽ എന്ത് ഫ്ലൂയിഡ് ഒഴിച്ചാലും ഡീസൽ കാറിന് നോക്കിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ നോക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മൈലേജും കിട്ടത്തില്ല, എഞ്ചിന് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് എഞ്ചിന്റെ പെർഫോമൻസും കുറയും, എഞ്ചിൻ പണിയും വരും. അതുകൊണ്ട് എത്തനോൾ ബ്ലെൻഡ് ചെയ്ത് 10% ബ്ലെൻഡ് ചെയ്തുള്ള CTN നമ്പർ കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എത്തനോൾ ഡീസലിനേക്കാളും CTN നമ്പർ കുറവായതുകൊണ്ട് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം വെച്ചുള്ള പരീക്ഷണം എന്തായാലും കേന്ദ്ര സർക്കാർ പാടെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. കാരണം അത് വൻ പരാജയമായി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുതിയൊരു സംഭവമായിട്ട് വന്നേക്കുക ഐസോബ്യൂട്ടനോൾ എന്ന് പറഞ്ഞ ആൽക്കഹോളിൽ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഐസോബ്യൂട്ടനോൾ ആണ് ഇനി 10% ആയിട്ട് ഡീസലിനകത്ത് കലർത്താൻ പോകുന്നത് പറയുന്നു. അത് ഭയങ്കര എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ പുറത്തുനിന്നുള്ള മറ്റേ പെട്രോളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓവർസീസിൽ നിന്നുള്ള അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടിന്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതും ഒരു പണി തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു നല്ല വശം കൂടെ ഉണ്ടെന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ ഡീസൽ കാറുകളിൽ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജെൽ ഫോർമേഷൻ ആണ്. അല്ലെങ്കിൽ ഡീസൽ ഒരു നല്ല സോൾവെന്റ് ഇല്ലാത്തതുകൊണ്ട് ഡീസൽ കാറുകളിലെ ടാങ്കിനകത്ത് ഈർപ്പം നിൽക്കുന്നു. ആ ഈർപ്പത്തിന്റെ കൂടെ കുറച്ച് ബാക്ടീരിയകളൊക്കെ വളരാൻ ചാൻസ് ഉണ്ട്. സോ അതിനകത്ത് ഈ ഡീസലിനകത്തോട്ട് 10% ഐസോബ്യൂട്ടനോൾ ഉപയോഗിക്കുന്നത്, ഐസോബ്യൂട്ടനോൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ പോലെ തന്നെ ഒരു സോൾവെന്റ് ആണ്. ഈ ഐസോബ്യൂട്ടനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഡീസൽ ബാക്ടീരിയ ഫോർമേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഡീസലിനകത്ത് നമ്മൾ കുറെ നാൾ ഉപയോഗിക്കാതിരിക്കുന്ന ഡീസൽ കാറുകൾ പലപ്പോഴും സ്റ്റാർട്ട് ആകാനുള്ള പാടില്ലെങ്കിൽ ഇഞ്ചക്ടർ കംപ്ലൈന്റ് ഒക്കെ വരുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ്. വാക്സ് ഫോർമേഷൻ വേണ്ട ഈ വാക്സ് നേരെ എഞ്ചിന്റെ ഇഞ്ചക്ടറിനകത്തോട്ട് അടിച്ചു കയറുന്നതാണ് ഈ തകരാറ് വരുന്നത്, ഇഞ്ചക്ടർ അടിച്ചു പോകുന്നത്. അതൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ബെനിഫിറ്റ്സ് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഡീസൽ കാറുകൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന മൈലേജ് 21, എനിക്കിപ്പോ 20-21 മൈലേജ് കിട്ടുന്നുണ്ട്. ആ 21 മൈലേജ് ഒക്കെ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. 10% അതിൽ മൈലേജ് കുറവ് വ്യത്യാസം വന്നേക്കാം. കാരണം വെച്ചാല് ഈ ഐസോബ്യൂട്ടനോൾ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റിനും ഡീസലുമായിട്ട് നോക്കുമ്പോൾ CTN നമ്പർ വളരെ കുറവാണ്. സോ എത്തനോളിനേക്കാളും മെച്ചമാണെന്നേ ഉള്ളൂ, ഡീസലുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എഞ്ചിൻ നോക്കിങ്, മൈലേജ് കുറവ്, അങ്ങനത്തെ പല പല പ്രക്രിയകളും തുടർ പ്രക്രിയകളും നമ്മൾ പ്രതീക്ഷിക്കണം സാരം. എന്തായാലും ഇനി ഐസോബ്യൂട്ടനോൾ 10% ചേർത്താലും എന്തായാലും വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നില്ല. എന്തായാലും നമ്മൾ സെയിം വിലയ്ക്ക് തന്നെ മേടിച്ചടിച്ചേ പറ്റുള്ളൂ. കാരണം വി ആർ ലിവിങ് ഇൻ വെള്ളരിക്കപട്ടണം. നമുക്ക് ആരും ചോദിക്കാനില്ല.